ബേപ്പൂരിൽ തോൽവി ഉറപ്പായപ്പോൾ അമ്പൂക്ക ഒരുമാതിരി മറ്റേ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെ? കുളം കലക്കുക, അതായത് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് ബേപ്പൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള മുഹമ്മദ് റിയാസിന്റെ ഫ്ലെക്സുകൾ മനഃപൂർവ്വം ബ്ലേഡുകൾ ഉപയോഗപ്പെടുത്തി ചില മൂരിക്കുട്ടന്മാരെ കൊണ്ട് അരഞ്ചം പൊറഞ്ചം വരഞ്ഞ് കീറിച്ചത്. ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. അത് ഏറ്റവും ഒടുവിൽ അമ്പൂക്കാൻ ഉൾപ്പെടെയുള്ളവർക്കുള്ള താക്കീതാണ്. ആ താക്കീതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇത് കണ്ടില്ലേ, ഇത് ബ്ലേഡ് വെച്ച് പോയതാ. ഈ ബ്ലേഡ് വെച്ച ആളെ ഞങ്ങൾക്ക് അറിയാം, ആരാന്നുള്ളതൊക്കെ അറിയാം. രാത്രിയാണ് വെച്ച് പോയത്, ആളെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ തയ്യാറല്ല. കാരണം ചരിത്ര ഭൂരിപക്ഷം ജയിക്കുന്ന ഒരു മണ്ഡലാണിത്. ഇവിടെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ആൾ ശ്രമിക്കുന്നത്. അപ്പൊ അതിനെ കൊണ്ട് ഞങ്ങളൊരു പ്രശ്നത്തിന് ഞങ്ങളില്ല. ഇലക്ഷനൊക്കെ കഴിഞ്ഞാലും കാണേണ്ട ആൾക്കാരാണ് നമ്മളൊക്കെ. അപ്പൊ അതിന് നിക്കണ്ടെന്നാണ് പറയാനുള്ളത്. അപ്പൊ ഒന്ന് കീറിയ 10 എണ്ണം കൊണ്ടുവെക്കും ഞങ്ങൾ. ഇതാ കൊപ്പല എന്തേ കണ്ടല്ലോ, ഇത് അവിടെ കൊടുത്തൊരു മറുപടിയാണ്. ഇനി ഈ ഫ്ലെക്സ് കീറിയാൽ അമ്പൂക്കാന്റെയും ശിങ്കിടികളുടെ അവസ്ഥ കുഴിമന്തിയുടെ അവസ്ഥയാണ് എന്ന് ശക്തമായിട്ടുള്ള സന്ദേശം കൊടുക്കുകയാണ്. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുമ്പോൾ ഇവിടെ ഇനിയിപ്പോൾ നേരിട്ട് ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അടിയുണ്ടാക്കി ഇരവാദം പറയണം. ആ ഇരവാദം പറയാൻ വേണ്ടി കാരണങ്ങൾ ഉണ്ടാക്കുകയാണ്. അല്ലാതെ ഇരുട്ട് വീണ ഇമാതിരി പണിയൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? പ്രകോപനം ഉണ്ടാക്കുക. എന്തായാലും ആ സംഭവവികാസത്തിൽ ദൃശ്യം മൊത്തം പുറത്തു വന്നിട്ടുണ്ട്. ആദ്യത്തെ ഫ്ലെക്സ് വെച്ചത് എങ്ങനെയെന്നും പിന്നീട് അത് എങ്ങനെയാണ് വരഞ്ഞു കീറിയതെന്നും അതിനുശേഷം അവർ കൊടുത്ത മറുപടി എങ്ങനെയെന്നും നിങ്ങളൊന്ന് കണ്ടേ. നമ്മുടെ പോസ്റ്റും ഫ്ലക്സൊക്കെ വ്യാപകമായിട്ട് നശിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഭാഗത്തൊക്കെ ബ്ലേഡ് കൊണ്ട് ഒക്കെ വരട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ വരട്ടോടൊക്കെ നമുക്കറിയാം, ആരൊക്കെയാണ് ചെയ്തതെന്നൊക്കെ നമുക്കറിയാം. എത്ര ബോർഡ് കീറിയാലും ബ്ലേഡ് വെച്ചാലും ഒക്കെ ഒന്നേ പറയാനുള്ളൂ, ബേപ്പൂർ മണ്ഡലത്തിൽ ചരിത്ര ഭൂരിപക്ഷത്തിന് റിയാസ് ഖാന്റെ ജയം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്തൊക്കെ കാട്ടിയാലും ഇതിനെതിരെ ഒന്നും ഒരു നടപടിക്കും ഞങ്ങളില്ല എന്നാണ് പറയാനുള്ളത്. ഇത് കണ്ടില്ലേ, ഇത് ബ്ലേഡ് വെച്ച് പോയതാ. ഈ ബ്ലേഡ് വെച്ച ആളെ ഞങ്ങൾക്ക് അറിയാം, ആരാന്നുള്ളതൊക്കെ അറിയാം. രാത്രിയാണ് വെച്ച് പോയത്, ആളെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ തയ്യാറല്ല. കാരണം ചരിത്ര ഭൂരിപക്ഷം ജയിക്കുന്ന ഒരു മണ്ഡലാണിത്. ഇവിടെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ആൾ ശ്രമിക്കുന്നത്. അപ്പൊ അതിനെ കൊണ്ട് ഞങ്ങളൊരു പ്രശ്നത്തിന് ഞങ്ങളില്ല. ഇലക്ഷനൊക്കെ കഴിഞ്ഞാലും കാണേണ്ട ആൾക്കാരാണ് നമ്മളൊക്കെ. അപ്പൊ അതിന് നിക്കണ്ടെന്നാണ് പറയാനുള്ളത്. അപ്പൊ ഒന്ന് കീറിയ 10 എണ്ണം കൊണ്ടുവെക്കും ഞങ്ങൾ. ഇതാ കൊപ്പല എന്തേ അപ്പൊ ഞങ്ങള് പുതിയൊരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. ഈ ബോർഡ് തൊട്ടാല് വിവരറിയും. പ്രശ്നങ്ങൾ ഇല്ലാത്തടത്ത് പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടില്ലേ, നാദാപുരത്ത് പേരാമ്പ്രയിലെല്ലാം ഷാഫി ഇറക്കി വിട്ട് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ കുളം കലക്കി അതിൻ്റെ പേരിൽ അവിടെ എങ്ങനെയെങ്കിലും 2 തുള്ളി ചോര മഷിക്കുപ്പിയിലൂടെ ആണെങ്കിലും ഇറ്റിച്ച് മൂക്കിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് നടന്നിട്ട് എൻ്റെ പാലം തകർന്നേ എന്ന് മോങ്ങിയതുപോലെ ഇവിടെയും പ്രകോപനം സൃഷ്ടിച്ച് എങ്ങനെയെങ്കിലും അവന്മാരെ കയ്യിൽ നിന്ന് 2 എണ്ണം ഇരന്ന് വാങ്ങി കിട്ടിയേ പറ്റുള്ളൂ. ആ ഇരന്ന് വാങ്ങി കിട്ടിയാൽ നമുക്ക് ലോട്ടറി അടിച്ചു. അതിനു വേണ്ടി ചെയ്യുന്ന നെറുകെട്ട പ്രവർത്തനമാണ്. നാട്ടുകാർ മനസ്സിലാക്കുക. വെറുതെ ഇരിക്കുന്നവരുടെ വായിൽ കോലിട്ട് കുത്തുന്നത് എങ്ങനെ എന്നതിൻ്റെ തെളിവാണ്. നാട്ടുകാരും ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. തിരിച്ചെന്തെങ്കിലും പ്രതിരോധിക്കുന്ന സന്ദർഭത്തിൽ അതുമാത്രം ഉയർന്നു വരും. ഇന്നലകളിൽ കാണിച്ച ഈ തെമ്മാടിത്തരമൊക്കെ മുങ്ങിപ്പോകും. അതുകൊണ്ട് മുൻകൂട്ടി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്, അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചൊറിയോട് ചൊറി അമ്പൂക്കായുടെ നിർദ്ദേശപ്രകാരം ബേപ്പൂരിൽ തുടരുന്നു എന്നുള്ളതാണ് ആ ദൃശ്യം കാട്ടുന്ന വസ്തുത. പോയി നോക്കിയാലും ഈ മുഹമ്മദ് റിയാസിന്റെ എന്താ പറയാ, പുതിയ തരം പോസ്റ്ററുകൾ പല ഫ്ലൂറസെന്റ് കളറിൽ തമിഴ്നാട്ടിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ, ഭയങ്കര എക്സ്ട്രീം ഫ്ലൂറസെന്റ് കളറിൽ എല്ലാ ഞാനില്ല, എന്നെ വിളിക്കരുത്. UDF